ഹിന്ദി മേരാ ദോസ്ത് എന്ന ചാനലിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് സഫ്ദർ ഹാഷ്മി എഴുതിയ പില്ല എന്നൊരു കവിതയാണ്. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് കടക്കാം. നീതു കാ ഥാ പില്ല ഏക്, ബദൻ പേ ഉസ്കെ റൂയേ അനേക്, ഛോട്ടി ടാംഗേ ലംബി പൂഞ്ച്, ഭൂരി ദാടി കാലി മൂച്ച്, മഖി സെ വഹ് ലഡ്താ ഥാ, ഖടേ ഖടേ ഗിർ പഡ്താ ഥാ. ഇനി നമുക്ക് ഈ കവിതയുടെ അർത്ഥം പഠിക്കാം. നീതു കാഥ പില്ല ഏക്, നീതുവിന് ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. ബദൻ പേ ഉസ്കെ റൂയേ അനേക്, അതിൻ്റെ ശരീരത്തിൽ ഒരുപാട് രോമമുണ്ടായിരുന്നു. ഛോട്ടി ടാംഗേ ലംബി പൂച്ച്, ചെറിയ കാലുകളും നീളമുള്ള വാലും ഉണ്ടായിരുന്നു. ഭൂരി ദാടി കാലി മൂച്ച്, തവിട്ട് നിറത്തിലുള്ള താടിയും കറുത്ത മീശയും. മഖി സെ വഹ് ലഡ്താ ഥാ, ഈച്ചയോട് വഴക്കിടുമായിരുന്നു. ഖടേ ഖടേ ഗിർ പഡ്താ ഥാ, നിൽക്കുന്ന നിൽപ്പിൽ തന്നെ അവൻ വീഴുമായിരുന്നു. അപ്പോൾ ഈ കവിതയുടെ ആശയം എങ്ങനെയാണ്? നീതുവിന് ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. ആ പട്ടിക്കുട്ടിയുടെ ശരീരത്ത് ഒരുപാട് രോമം ഉണ്ടായിരുന്നു. പട്ടിക്കുട്ടിയുടെ കാലുകൾ ചെറിയ കാലുകളായിരുന്നു. നീളമുള്ള വാലുണ്ടായിരുന്നു. തവിട്ട നിറത്തിലെ താടി ഉണ്ടായിരുന്നു. കറുത്ത മീശയുണ്ടായിരുന്നു. ഈച്ചയോട് വഴക്കിടുമായിരുന്നു. നിൽക്കുന്ന നിൽപ്പിൽ തന്നെ പട്ടിക്കുട്ടി വീഴുമായിരുന്നു. ഇവിടെ പില്ല എന്ന വാക്കിൻ്റെ അർത്ഥം പട്ടിക്കുട്ടി എന്നാണ്. അടുത്ത വാക്ക് ബദൻ. ബദൻ എന്ന വാക്കിൻ്റെ അർത്ഥം ശരീരം. റൂവേ, റൂവേ എന്ന് വെച്ചാൽ രോമങ്ങൾ. അനേക്, അനേകം അല്ലെ ധാരാളം. ഛോട്ടി ടാംഗേ, ചെറിയ കാലുകൾ. ടാംഗേ കാലുകൾ. ഛോട്ടി ടാംഗേ ചെറിയ കാലുകൾ. ലംബി പൂഞ്ച്, പൂഞ്ച് എന്ന് വെച്ചാൽ വാല്. ലംബി പൂഞ്ച് എന്ന് വെച്ചാൽ നീളമുള്ള വാല്. ഭൂരി ദാടി, ദാടി എന്ന് വെച്ചാൽ താടി എന്നാണ് അർത്ഥം. ഭൂരി ദാടി എന്ന് വെച്ചാൽ തവിട്ട് നിറത്തിലുള്ള താടി. കാലി മൂച്ച്, മൂച്ച് എന്ന് വെച്ചാൽ മീശ. കാലി മൂച്ച് കറുത്ത മീശ. മഖി, ഈച്ച. മഖി എന്ന് വെച്ചാൽ ഈച്ച. ലഡ്താ ഥാ, വഴക്കിടുമായിരുന്നു. ലഡ്താ ഥാ, വഴക്കിടുമായിരുന്നു. ഖടേ ഖടേ, ഖടേ ഖടേ എന്ന് വെച്ചാൽ നിൽക്കുന്ന നിൽപ്പിൽ. ഗിർ പഡ്താ ഥാ, ഗിർ പഡ്താ ഥാ, വീഴുമായിരുന്നു. ഗിർ എന്ന് വെച്ചാൽ വീഴുക. ഇനി നമുക്ക് 23-ാം പേജിലെ ഹംബി ജോഡേ എന്ന് കൊടുത്തിരിക്കുന്ന അതിലെ ചോദ്യങ്ങളുടെ ഉത്തരം പഠിക്കാം. അവിടെ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയേ, പട്ടി എന്തോ കഴിക്കുന്നത് കാണുന്നില്ലേ? പാത്രത്തില് പട്ടിക്കുട്ടിയെ കാണുന്നുണ്ട്, പിന്നെ പാത്രം കാണുന്നുണ്ട് ഇല്ലേ? അപ്പോൾ ചോദ്യം ചോദിച്ചേക്ക്, പട്ടിയുടെ പടം കൊടുത്തിട്ട് ചോദിച്ചേക്കുന്നത് പില്ല ക്യാ ഖാന പസന്ദ് ഥാ എന്നാണ് അവിടെ ചോദിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ പില്ല കോ ക്യാ ഖാന പസന്ദ് ഥാ, പട്ടിക്കുട്ടിക്ക് എന്ത് തിന്നുവാനായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നു? എന്തായിരുന്നു പട്ടിക്ക് തിന്നുവാൻ ഇഷ്ടമുണ്ടായിരുന്നത്? ബിസ്ക്കറ്റ് അല്ലേ? അപ്പോൾ ഹിന്ദിയിൽ അതിന് പറയുന്ന ബിസ്കൂട്ട്. രണ്ടാമത്തെ പടം നോക്കിക്കേ. രണ്ടാമത്തെ പടത്തിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കുന്നു? ഒരു ഫാൻ കാണുന്നു, പട്ടിക്കുട്ടി ഉറങ്ങുന്നത് കാണുന്നു അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ചോദ്യം വരുന്നത്? പില്ല കിസ്കെ നീച്ചെ സോതാ ഥാ, പില്ല കിസ്കെ നീച്ചെ സോതാ ഥാ. അപ്പൊ എവിടെയായിരുന്നു പട്ടിക്കുട്ടി ഉറങ്ങിക്കൊണ്ടിരുന്നത്? പങ്കേക്ക് നീച്ചെ, ഫാനിന്റെ താഴെ അല്ലേ? അടുത്ത ചോദ്യത്തില് എന്താണ് പടം നിങ്ങൾ കാണുന്ന സ്ക്രീനില്? പട്ടിക്കുട്ടിയെ കാണുന്നുണ്ട്, ബോള് കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ ചോദ്യം എന്താണ്? പില്ല കിസ്കെ സാത്ത് ഖേൽത്താ ഥാ, പില്ല കിസ്കെ സാത്ത് ഖേൽത്താ ഥാ, പട്ടിക്കുട്ടി ആരുടെ കൂട്ടത്തിലാണ് കളിക്കുന്നത്? ഇവിടെ ബോൾ അല്ലേ കാണുന്നത്? അപ്പോൾ ആൻസർ എന്താണ്? ബോൾ അല്ലേ? അപ്പൊ ഇനിയിപ്പോ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഒരു പക്ഷേ ബോളിന് പകരം ഒരു പെൺകുട്ടിയെ കാണിക്കുന്നത് എങ്കിൽ
നിങ്ങളുടെ പാഠത്തിൽ കാണിക്കുന്നത് പോലെ ആ കവിതയുടെ പടത്തിൽ എങ്ങനെയാണ് ഒരു പെൺകുട്ടിയല്ലേ കാണിക്കുന്നത്. അപ്പൊ എന്താണ് പില്ല കിസ്കെ സാത്ത് ഖേൽത്താ ഥാ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ എഴുതാം ലടുക്കി. എന്തെഴുതാം? ലടുക്കി, പെൺകുട്ടി, ലടുക്കി. 24-ാം പേജിലെ ആക്ടിവിറ്റി ചെയ്യാം. അവിടെ എഴുതിയിരിക്കുന്നത് പരിചിത് ശബ്ദം പർ ഗോല ലഗായേ എന്ന് വെച്ചാൽ പരിചയമുള്ള വാക്കുകൾ നിങ്ങൾ സർക്കിൾ ചെയ്യാൻ. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? രാത് കാ സമയ ഥാ, രാത്രിയുടെ സമയമായിരുന്നു. നീതു കെ ഹാത്ത് മേ കിതാബ് ഥി, നീതുവിൻ്റെ കയ്യിൽ പുസ്തകമുണ്ടായിരുന്നു. നീതു ഘർ കെ ബാഹർ ഥി, നീതു വീടിൻ്റെ വെളിയിലായിരുന്നു. അമ്മ ചായ ലേക്കർ ആയി, അമ്മ ചായ കൊണ്ടുവന്നു. നീതു ഖുഷ് ഹുയി, നീതുവിന് സന്തോഷമായി. അപ്പോൾ ഈ ആക്ടിവിറ്റിയിൽ കൊടുത്തിരിക്കുന്ന പരിചയമുള്ള വാക്കുകൾ ഏതാണ്? ഒന്നാണ് രാത്, രാത് എന്ന് വെച്ചാൽ രാത്രി. അടുത്തത് സമയം, സമയം എന്ന് വെച്ചാൽ സമയം. അടുത്ത വാക്കാണ് കിതാബ്, കിതാബ് എന്ന് വെച്ചാൽ പുസ്തകം. പിന്നുള്ളതാണ് ഘർ, ഘർ എന്ന് വെച്ചാൽ വീട്. അടുത്ത വാക്കാണ് ചായ, ചായ. പിന്നെ നമുക്ക് പരിചയമുള്ള വാക്കാണ് നീതു. ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ഉടൻ തന്നെ ലഭിക്കുവാൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അടുത്ത പാഠവുമായി വേഗത്തിൽ തന്നെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് ലഭിച്ച വീഡിയോകൾ കണ്ട് നല്ലവണ്ണം മനസ്സിലാക്കി പഠിക്കുക. നിങ്ങളുടെ നോട്ടിൽ എഴുതണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എഴുതി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ പോസ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാകാനുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്ത് ആ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുവരത്തേക്കിനും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.